ഇവിടെ ശറഅ് നിലനിൽക്കണം, ശരീഅത്ത് നിലനിൽക്കണം. ശരീഅത്തിന്റെ നിയമങ്ങൾക്കെതിരായി അവരിൽ വല്ലതും വന്നാൽ അതിനെ വിമർശിക്കുകയും അത് തെറ്റാണെന്ന് പറയുകയും വേണം. അവർ വലിയ മഹാനല്ലേ എന്ന് വിചാരിച്ച് പറയാതിരിക്കാൻ പറ്റൂല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞൊരു സംഗതിയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം. ഇതാണ് ഇമാം ഷഅറാനി തങ്ങൾ പറഞ്ഞു, വമിൻ അഖ്ലാഖിഹിം, ഒരു ശരിയായ ശൈഖോ അല്ലെങ്കിൽ ശൈഖ് വേണ്ട മുരീദോ ആയാൽ അവരെ സ്വഭാവം എങ്ങനെയായിരിക്കും? കസുറത്തു മഹബ്ബത്തിഹിം ലിൽ ഫുഖഹാഇ, പണ്ഡിതന്മാരോട് വലിയ സ്നേഹമായിരിക്കും ആർക്ക്? ശരിയായ മുരീദോ ശൈഖോ ആയാൽ. വടകര മുഹമ്മദ് ഹാജി തങ്ങൾക്ക് ആലിമീങ്ങളോട് എന്തൊരു സ്നേഹമായിരുന്നു. അതേപോലെ സി.എം. വലിയുല്ലാഹി തങ്ങൾക്ക് എന്തൊരു സ്നേഹമായിരുന്നു. കുണ്ടൂർ ഉസ്താദിന് എന്തൊരു സ്നേഹമായിരുന്നു. മഹാന്മാർ അങ്ങനെയാണ്, അവർ ആലിമീങ്ങളെ തള്ളൂല. ആലിമീങ്ങളോട് വലിയ സ്നേഹമായിരിക്കും അവർ. ഇനി ആലിം എന്ത് ചെയ്യുന്നു? അവർ ചെയ്യുന്ന സംഗതിനെ വിമർശിച്ചു നിൽക്കുക, എന്നാലും സ്നേഹത്തിനൊരു കുറവുണ്ടാവില്ല. ഹിങ്കാരി അലൈഹിം വഅലാ തരീഖിഹിം, അവരെ ആ റൂട്ടിലും ഇയാൾക്ക് ആക്ഷേപം പറയുന്നുണ്ട് മൊയ്ലിയാർ. അതേപോലെ തന്നെ അയാളെ തന്നെ ആക്ഷേപം പറയുന്നുണ്ട്, വിമർശനം പറയുന്നു. ആക്ഷേപമല്ല, വിമർശനം പറയുന്നുണ്ട്. എന്നാലും പണ്ഡിതനോട് സ്നേഹം ഉണ്ടാവും ശരിയായ മുരീദാണെങ്കിൽ. എന്തുകൊണ്ട്? ഫഖീഹ് മാ യുൻകിറു ഇല്ലാ മാ ലാ യസ്ലു ഇലൈഹി ഫഹ്മുഹു, അദ്ദേഹത്തിന് മനസ്സിലായതല്ലേ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് തെറ്റാണെന്ന് മനസ്സിലായതല്ലേ അദ്ദേഹം വിമർശിക്കുന്നത്. അത് അയാൾ ഡ്യൂട്ടിയല്ലേ. ഫഹുവ മഅ്ദൂറുൻ, അദ്ദേഹം മഅ്ദൂറല്ലേ, അയാൾ ഡ്യൂട്ടി നിർവഹിക്കല്ലേ. ഫീങ്കാരിഹി, അത് നിഷേധിക്കുന്നതിൽ മിൻ ഹൈസു ഇന്ന ശറഅ അമറഹു, കാരണം തെറ്റ് കണ്ടാൽ വിമർശിക്കണം എന്നത്, അത് ചോദ്യം ചെയ്യണം എന്നത് ശറഅ അയാളോട് വലിയാരോട് കൽപ്പിച്ചല്ലേ. അൻയുൻകിറ കുല്ലമാ റആഹു മിനൽ മുൻകരി ബിഹസബി ഫഹ്മിഹി, അയാൾക്ക് മനസ്സിലായതനുസരിച്ച് ശറഇനെതിരാണെങ്കിൽ അതിനെ വിമർശിക്കണം എന്നത് ശറഅ അയാളോട് കൽപ്പിച്ചതാ. വഇല്ലം യകുനിൽ അംറു മുൻകറൻ ഫീ നഫ്സിൽ അംർ, നഫ്സുൽ അംറിൽ യഥാർത്ഥത്തിൽ അത് മുൻകറല്ല നോക്കുക, എന്നാലും അദ്ദേഹത്തിന് മനസ്സിലായതനുസരിച്ച് തെറ്റാണെന്ന് മനസ്സിലായാൽ അതിനെ വിമർശിക്കണം. ഏതുപോലെ കമാ യശ്ഹദു ബിഹി വാഖിഅത്തു മൂസാ മഅൽ ഖദർ അലൈഹി വസ്സലാത്തു വസ്സലാം, മൂസാ നബിയും ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര നടത്തിയില്ലേ? വഅന്ന മൂസാ അലൈഹി സ്വലാം മാ അൻകറ, മൂസാ നബി മഅസൂമായ നബിയല്ലേ, തെറ്റിയോ? വഅന്ന മൂസാ അലൈഹി സ്വലാം മാ അൻകറ ഇല്ലാ ലിമാ അലിമ അന്നല്ലാഹു സുബ്ഹാനഹു വതആല അബാഹ ലഹു ദാലിക. അതെ, മൂസാ നബി അലൈഹി സ്വലാം വിമർശിച്ചത് എന്തുകൊണ്ടാണ് ഖദർ അലൈഹി സ്വലാമിനെ? അത് അല്ലാഹു തആല അദ്ദേഹത്തിന് അത് ഹലാലാക്കി കൊടുത്തിട്ടുള്ള വിവരം മൂസാ നബി അറിയൂലല്ലോ. അപ്പൊ തെറ്റ് കണ്ടാ വിമർശിക്കണ്ടേ? അതാണ് മൂസാ നബി വിമർശിച്ചത്. യനഹു മഅസൂമുൻ മിനല്ലാഹി, അല്ലാഹു തആല മഅസൂമാക്കിയ ആളല്ലേ മൂസാ നബി. മൂസാ നബിയുടെ വിമർശനം തെറ്റല്ല. മഅസൂമായ മൂസാ നബി തെറ്റ് ചെയ്യൂല, ചെയ്തത് ശരിയാണ്. എന്ന് മാത്രമല്ല, മഅ്ദൂറുൻ ഫീമാ ലം യഅലം അന്നല്ലാഹു തആല അബാഹ ലഹു ദാലിക, അങ്ങനെയാണ്. അതെങ്ങനെയാണ്? അതുകൊണ്ടല്ലേ ഖദർ അലൈഹി ഇസ്ലാമിന് ഒരു വിഷമം ഉണ്ടായിട്ടില്ലല്ലോ മൂസാ നബിയോട്. മൂസാ നബിയോട് ആദ്യം അഡ്വാൻസ് പറഞ്ഞിട്ടില്ലേ? കൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബറ, നിങ്ങൾക്ക് തിരിയാത്ത, നിങ്ങൾക്ക് ക്ഷമിച്ചിക്കാൻ പറ്റൂല, നിങ്ങൾ നബിയല്ലേ, നിങ്ങൾക്ക് തിരിയാത്ത കാര്യത്തിന് ക്ഷമിച്ചിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചോദ്യം ചെയ്യാണ്ട് എന്തായാലും പറ്റൂലട്ടോ എന്ന് മൂസാ നബീനോട് ആദ്യം തന്നെ ഖദർ അലൈഹി ഇസ്ലാം പറഞ്ഞില്ലേ? ചോദ്യം ചെയ്തപ്പോൾ എന്തോ വെറുപ്പുണ്ടായിനോ? ഒരു വെറുപ്പോട്ട് ഉണ്ടായിട്ടില്ലല്ലോ. മൂസാ നബി ഡ്യൂട്ടി നിർവഹിച്ചു. ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചു. ഒമാ ഫഅൽതുഹു അൻ അംരി, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ ഈ ഏകൽ മൂസാ നബി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം കുറ്റക്കാരനല്ല, ഖദർ അലൈഹി ഇസ്ലാമും കുറ്റക്കാരനല്ല. ഓ സുഹൃത്തുക്കളെ, ഇതൊന്നും വേർതിരിച്ചറിയാതെ ഒരു മൂസാ നബിയും ഖദർ അലൈഹി ഇസ്ലാമിനെയും ചരിത്രം പറഞ്ഞ ആളുകളെ ഇങ്ങനെ പൊട്ടീസാക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്, ഒരു വിവരമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, മൂസാ നബി അലൈഹി ഇസ്ലാം ഡ്യൂട്ടി നിർവഹിച്ചു, മഹാനവർ മഅസൂമാണ് എന്നല്ല, ഖദർ അലൈഹി ഇസ്ലാമിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ള റസൂലും നബിയും ഉലുൽ അസ്മിൽപ്പെട്ട റസൂലുമാണ് കരീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഖദർ അലൈഹി ഇസ്ലാം നബിയാണെന്നുള്ളതാണ് അസഹ്, അക്സറുൽ ഉലമാ വലിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഏതായിരുന്നാലും ശരി, മഹാനായ ഇമാം ഷഅറാനി വീണ്ടും പറയാൻ, ഫകുല്ലു മുരീദിൻ നഫറത് നഫ്സുഹു മിനൽ ഫഖീഹിൽ മുൻകിരി അലൈഹി ഫഹുവ ജാഹിലു, ഒരു വിവരമുള്ള പണ്ഡിതൻ അദ്ദേഹം ചെയ്യുന്ന സംഗതിയോ അദ്ദേഹം പറയുന്നതിനെയോ ഒരു വിവരമുള്ള പണ്ഡിതൻ അത് വിമർശിക്കുമ്പോൾ ആ പണ്ഡിതനെ അംഗീകരിക്കാതെയും ചോദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹത്തിനെതിരായും പോകുന്നവനാണോ ഫഹുവ ജാഹിലുൻ, ആ മുരീദ് ജാഹിലാണ്. ലാ യജിഉ മിൻഹു ശൈഉൻ, അവന് തരീഖത്ത് ഉണ്ടാവില്ല, തസവ്വുഫ് ഉണ്ടാവില്ല. ഫി തരീഖി ലിമുആദാതിഹി, കാരണം അവന്റെ ശത്രുത ആരോടാ? ലിഹമലത്തി ശരീഅതി, ഇസ്ലാമിക ശരീഅത്തിനെ വഹിച്ച് എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന പണ്ഡിതനോടാണ് അവന്റെ ആ ശത്രുത. അല്ലദീന ഹും ഹുദാത്തുൻ നാസ്,
ആ പണ്ഡിതനാണ് ജനങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു കൊടുക്കുന്നവർ. ആ പണ്ഡിതന്മാരാണ്. അവനോട് ശത്രുത വെച്ച ഇവൻ എങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ നല്ലവനാകുക? ലാസിയമാ പ്രത്യേകിച്ചും ഇൻകാനലം യതബഹർ ഫിൽ ഇൽമി, ഇൽമിൽ വലിയ ബഹറാകാത്തവനാകുമ്പോ ഗാലിബി മുരീദീന ഹദ സമാൻ, ഈ കാലത്തുള്ള അധിക മുരീദന്മാരും അങ്ങനെയാണ്. അല്ലദീന യതലമ്മദൂന ലിൽ അസിയാഖി മിൻ ഗൈരി ഇൽമിൻ ബിശ്ശരീഅതി ഫഇന്ന കറാഹതഹു ലി അഹ്ലിൽ ഇൽമി, ആലിമീങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടോ? മിൻ അലാമതി മഖ്തില്ലാഹി തആല ലഹു, അല്ലാഹുവിന്റെ വെറുപ്പ് സംഭവിച്ചവനാണവൻ, സമ്പാദിച്ചവനാണവൻ എന്നതിന്റെ തെളിവാണത്. കമാ അലൈഹി ത്വായിഫത്തു ഫുഖറാഇൽ മുഖാവതി ബഅദി ഫുഖറാഇൽ അജം ഫയഖൂലൂന, ഈ കക്ഷികളുടെ വാദം എന്താണ്? അൽ ഫുഖഹാഉ മഹ്ജൂബൂന അനില്ലാഹ്, ഈ മൗലവിമാർക്ക് ഇതൊന്നും തിരിയൂല, പടച്ചവനെ അവർക്ക് മറയാണ്, പടച്ചവന്റെ ഇൽമൊന്നും അവർക്ക് കിട്ടുന്നില്ല. വൽഹാലു അന്നഹും ഹുമുൽ മഹ്ജൂബൂൻ വലാകിൻ ലാ യശ്ഉറൂൻ, വാസ്തവത്തിൽ പടച്ചവന്റെ ദീനിന്റെ ഒരു വിവരവും കിട്ടാത്തവൻ ഇവനാണ്, അല്ലാതെ പണ്ഡിതന്മാരല്ല. ഫഅലം ദാലിക യാ അഖീ, ഓ എന്റെ സഹോദര, നീ മനസ്സിലാക്കി വെച്ചോ. വഫത്തിസ് നഫ്സക, നിന്റെ ശരീരത്തെ നീ പരിശോധിച്ചോ. ഫറുബ്ബമാ കുന്ത അൻതൽ ആഖിറു തക്റഹുൽ ഫുഖറാ അൽ മുൻകിരീന അലൈക, നിന്നെ വിമർശിക്കുന്ന പണ്ഡിതന്മാരെ വെറുക്കുന്ന ആൾ നീ ആയിരിക്കും. തുമ്മ തസീറു, പിന്നെ ചിലപ്പോൾ നീ ചില പരിപാടി ഒപ്പിക്കും. അങ്ങനെ തുദാഹിനുഹും വതംദഉഹും റിയാഅൻ വനിഫാഖൻ, നിന്റെ മനസ്സിലായ ആലിമിനോട് ഒരു ബഹുമാനവും ഇല്ല, ആദരവും ഇല്ല. എന്നാൽ ചിലപ്പോ നീ സോപ്പിടുന്ന ചില വർത്തമാനം പറയും. അതേപോലെ തന്നെ അണികളെ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ നീ ഒരു പണ്ഡിതനെ കുറേ ബഹുമാനിച്ച് പറയും, അപ്പോൾ ഞാൻ വേറൊരു പണ്ഡിതനെ കുറേ നിസാരപ്പെടുത്തി പറയും. ചിലപ്പോൾ ആ പണ്ഡിതനെ നീ കുറേ നിസാരപ്പെടുത്തി പറയും, അപ്പോൾ വേറൊരു പണ്ഡിതനെ കുറേ പൊക്കി പറയും. ഇതൊക്കെ നിഫാഖല്ലടോ. ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഇതൊക്കെ കാപട്യമാണ്, നിയാഅം വനിഫാഖൻ ചെയ്യുന്ന പണിയാണ്. വഅലം യാ അഖീ അന്നൽ ഫഖീഹ മാ അൻകറ അലൈക, പണ്ഡിതന്മാരെ നിന്നെ വിമർശിച്ചത് ഇല്ലാ മാ ഖാലഫ്ത ഫീഹി ളാഹിറ ശരീഅത്തി ബിഹസബി മഖാമിഹി, നീ ശരീഅത്തിനെതിരായി ചെയ്തതിനെയാണ് വിമർശിച്ചത്. ഫഅലം ദാലിക, നീ അത് മനസ്സിലാക്കി വെച്ചോ. നീ ആലിമീങ്ങളെ വിമർശിച്ചിട്ട് സൂഫിയാകാന്ന് വിചാരിക്കണ്ട. ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്. ഇനി ഒരു ഇബാറത്തും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. وليتعين على الموفق أيضا ألا يدخل تحت هيطة أحد إلا بعد أن يقهره حاله أو يعلم منه الإحاطة بعلم الشريعة والحقيقة. ശരിക്കും ശരീഅത്തിന്റെയും ഹഖീഖത്തിന്റെയും രണ്ട് അറിവും പരിപൂർണമായി മനസ്സിലാക്കി എന്നറിയാതെ ഒരാളും പോയിട്ട് എന്ത് ചെയ്യണ്ട, ശൈഖാന്ന് വിചാരിച്ചിട്ട് കൂടാൻ പോണ്ടെന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളാ പറയുന്നു. ലിമാനൽ കാദിബീന വൽ മുതലബ്ബിസീന ഖദ് കസുറു, കാരണം ഈ കാലത്ത് കള്ളം പറയുന്നവരും ആശയക്കുഴപ്പമാക്കുന്നവരും വർദ്ധിച്ചിരിക്കുന്നു. അവര് ശരിയായ മഹാന്മാരെ തരീഖത്താണെന്ന് വാദിക്കുന്നു. വഹും മിൻഹാ ബരീഊൻ, അവരാ തരീഖത്തുകാരല്ല കേട്ടോ. വൈലന്നാരി സായിറൂൻ, നരകത്തിലേക്ക് പോകുന്നവരാണ് കേട്ടോ. ലിസൂഇ അഫ്ആലിഹിം, അവരുടെ പ്രവർത്തനം അത്രയും ചീത്തയാണ്. വഫസാദി അഹ്വാലിഹിം വഅഖ്വാലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾ മാത്രം, അവരുടെ അവസ്ഥയും അവരുടെ വാക്കുകളും അങ്ങനെയാണ്. വതകാലബിഹിം അല ദുനിയൽ ഫാനിയത്തി, അവർ ദുനിയാവ് എങ്ങനെയെങ്കിലും വലിച്ചുണ്ടാക്കണമെന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. വൈറാദിഹിം അനിൽ ആഖിറത്തിൽ ബഖിയത്തി, നിലനിൽക്കുന്ന ആഖിറത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവരാണവർ. ഇത് ലൈസ ഖസ്ദുഹും, എന്തുകൊണ്ട് അവരുടെ ഉദ്ദേശമല്ല. ബിദ്യായി ഹാദിഹി തരീഖത്തുൽ അലിയത്തി, ഈ സൂഫിയാക്കളെ തരീഖത്തിനെ വാദിക്കൽ കൊണ്ട് അവരുടെ ഉദ്ദേശമല്ല. ഇല്ലാ ജംഅൽ ഹുതാം, പണം സമ്പാദിക്കൽ, ധനം സമ്പാദിക്കൽ, ആളുകൾ കൈപിടിച്ച് ചുംബിക്കൽ. വനൈല ലദ്ദത്തി അക്ലിൽ ഹറാം, ഹറാം തിന്ന് രുചിക്കൽ. വസ്തിഫറാഖിൽ ഉംരി ഫിൽ ജഹാലാത്തി വൽ അഹാം, അതുപോലെ തെറ്റുകളിലും വിവരക്കേടിലുമായി നീങ്ങൽ. ഫഹദാരി ഹദാരി, അതുകൊണ്ട് സൂക്ഷിച്ചോളണം. മിൻ അംസാലിഹിം, അത്തരത്തിലുള്ള ശൈഖന്മാരെ സൂക്ഷിക്കണം. വല്യഗ്തിറാരി ബി അഖ്വാലിഹിം വഅഫ്ആലിഹിം, അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും കണ്ടുപെട്ടുപോകരുത്. ഫഇന്ന കുല്ല മനിത്തബഅഹും, അത്തരക്കാരെ പിന്തുടർന്ന ആളുകൾ സല്ല ഖദമുഹു, അവന്റെ കാല് ഇടറിപ്പോയി. വതഗാ ഖലമുഹു, അവന്റെ പേന പിഴച്ചുപോയി. വഹഖ
അവൻ പിന്നീട് ഖേദിക്കേണ്ടി വരും. ഒരു പരിപൂർണതയിലും എത്താൻ അവന് കഴിയാത്ത വിധം അവൻ തടയപ്പെട്ടു പോയി. വലിയ മുസീബത്ത്, ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന മുസീബത്ത് അത്തരം ആളുകളെ പിന്തുടരുന്നവർക്ക് വരാനുണ്ട്. നീ വിചാരിക്കുന്നുണ്ടോ നിനക്ക് ഹക്ക് മനസ്സിലാകണോ, നിനക്ക് നല്ല നിലയ്ക്ക് ജീവിച്ച് ആ തരീഖത്തിന്റെ വഴി പോണമെന്നുണ്ടോ, എന്നാൽ നീ ഒരു പണി ചെയ്തോ. ഇമാം ഗസാലിയുടെ ഹിയ മുതാലഅ ചെയ്തോളൂ. ورسالة الإمام العارف القشيري إمام قشيري رسالة مطالعة جيدولو. وعوارف المعارف للسهروردي إمام سهروردي عوارف المعارف نوكي كولو. والقوت لأبي طالب المكي أبو طالب المكي قوت القلوب نوكي كولو. فإن هذه هي الكتب النافية المبينة لأحوال الصادقين. ശരിയായ സത്യവാന്മാരായ മഹാന്മാരുടെ വിവരങ്ങൾ പറയുന്ന ഉപകാരപ്രദമായ ഗ്രന്ഥങ്ങളാണത്. വതൽബീസാത്തിൽ മുബ്തിലീൻ, ബാത്തിൽവാദക്കാരുടെ എല്ലാ പറ്റിക്കലുകളെ സംബന്ധിച്ചും പറയുന്ന കിതാബാണത്. വൽഹാമിലത്തു അലാ മആലിൽ അഖ്ലാഖ് വഇദാരിൽ ഫഖ്രി വൽഇംനാഖി വഇദ്മാനിൽ ത്വാഗാത്തി വമുലാസബത്തിൽ ഇബാദാത്തി സിയമൽ ജമാഅത്ത് വൽഇറാദി അൻ സഫാസിഫി അഖ്വാമിൻ ഗലബ അലൈഹിം الشيطان فسول لهم القبيح حسنا والمنكر معروفا والمذموم ممدوحا فاستغرفوا في بحار شهواتهم وقبيح اعتقاداتهم وإراداتهم وهم مع ذلك يحسبون أنهم يحسنون صنعا. ഞങ്ങൾ ചെയ്യുന്ന വലിയ തരീഖത്താണ്, ഞങ്ങൾ ശൈഖാണ്, മുരീദാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവരൊക്കെ പിഴച്ചുപോയി, എന്തെല്ലോ പെട്ടുപോയവരാണ്. നീ അവരെ ഒന്നും പിന്തുടർന്നു പോയിട്ട് നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തരുതെന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ പ്രത്യേകം ഉപദേശിക്കുകയാണ്. ഈ കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളായ സൂഫിയാക്കളായ ആരിഫീങ്ങളായ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വകയിൽ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ ആശയങ്ങളെല്ലാം നമ്മുടെ മുൻഗാമികളായ നാസിഹീങ്ങളായ നമുക്ക് ദീനെത്തിച്ചു തന്ന മഹാന്മാർ നമ്മുടെ ദീൻ നിലനിർത്താൻ വേണ്ടി നമ്മ ഉപദേശിച്ച ഉപദേശങ്ങളും അവർ പറഞ്ഞ ആശയങ്ങളുമാണ് പറഞ്ഞത്. മുതഅല്ലിമീങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി യാതൊരു ചതിയിലും പെട്ടുപോകാതെ അവനവൻ്റെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത്, അല്ലാഹുവേ, ഞങ്ങൾ വന്നത് ബഹ്റുൽ ഉലൂമിൻ്റെ മഖാമിലാണ്. ഞങ്ങൾക്ക് ഇൽമില്ല, ഞങ്ങൾക്ക് അമല് തീരെയില്ല. ചെയ്ത അമലുകൾക്കൊന്നും തന്നെ നീ സ്വീകരിച്ചു എന്നതിന് യാതൊരു രേഖയുമില്ല. ജീവിതത്തിൽ തെറ്റുകൾ ഒരുപാട് സംഭവിച്ചു പോയ പാപികളാണ് ഞങ്ങൾ. ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളും പറയുന്നു, ളലംതു സുന്നത മൻ അഹിയൽ ളലാമ ഇലാ അനിസ്തഖത് ഖദമാഹു ളുർറ മിൻ വറമി. അവിടുന്ന് രാത്രി സമയത്ത് ഒരുപാട് നേരം തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർത്തു. ഞങ്ങളങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ചവരായില്ല. ഞങ്ങളെ കൈവശത്തിൽ അങ്ങനെയുള്ള അമലൊന്നുമില്ല. ഞങ്ങൾ നിന്റെ ദീനിന്റെ ഇൽമ് പറയാതെ മൂടി വെച്ചാൽ ഞങ്ങൾ നിന്റെ അടുക്കൽ കുറ്റക്കാരാകുമെന്ന് കണ്ട് ഞങ്ങൾ പഠിച്ച ഇൽമ്, ഞങ്ങൾ മഹാന്മാരെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഇൽമ് അതെടുത്തു പറഞ്ഞു എന്നല്ലാതെ ഞങ്ങൾ സൂഫിയാക്കളെ വഴിയിൽ കിടന്ന മഹാന്മാരാണെന്ന് ഞങ്ങൾക്ക് വാദമില്ല. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദി ഉഖ്മി അമർതുകൽ ഖൈറ ലാകിൻ മൽതമർതു ബിഹി ഫമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖിമി. ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞതുപോലെ അവിടുന്ന് പറഞ്ഞത് തവാളുവിന്റെ പറച്ചിലാണ്. ഞങ്ങളും പറയുന്നു, അല്ലാഹുവേ, ഞങ്ങളെ കയ്യിലൊന്നുമില്ല. പക്ഷേ നിന്റെ ദീനിന്റെ ഇൽമ് നിന്റെ സാലിഹീങ്ങളായ മഹാന്മാർ അവരെ സവിസ്തരം ഓരോന്നും കൃത്യമായി വിവരിച്ച് എഴുതി വെച്ചപ്പോ അത് കണ്ടെത്താൻ കഴിയാത്ത മുതഅല്ലിമീങ്ങൾക്ക്, അത് കണ്ടെത്താൻ കഴിയാത്ത സാധാരണക്കാർക്ക് അവര് പോയിട്ട് ഓരോന്ന് കേൾക്കുമ്പോൾ അതിൽ പോയി പെട്ട് അവരെ ദീന് നശിക്കുന്നു. അവർ ആലിമീങ്ങളെ ചീത്ത പറയുന്നവരായി മാറുന്നു. അവരെ ദീൻ നശിച്ചു പോകുന്നു. സുബ്ഹാനല്ലാഹ്, മുഅ്തസിലത്തിന്റെ വിശ്വാസം പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ദീനിൽ നകന്നു പോകുന്നു. അത് കാണുമ്പോൾ വേദന കൊണ്ട് വിഷയം ഞങ്ങൾ പറയുന്നത് നിന്റെ ദീനിന്റെ സംരക്ഷണത്തിനാണ്, ഞങ്ങൾ വലിയ മഹാന്മാരാണെന്ന വാദമൊന്നും ഞങ്ങൾക്കില്ല അല്ലാ. പക്ഷേ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്,
നിന്റെ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തഅലബനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅ്ലമാ. ഇമാം ശാഫിഈ തങ്ങൾ പാടിയില്ലേ, എന്റെ തെറ്റെത്ര വലുതാണെങ്കിലും നിന്റെ വിട്ടുവീഴ്ച അതിനേക്കാൾ വലുതാണല്ലോ അല്ലാഹ്. ആ വിട്ടുവീഴ്ചയല്ലാതെ ഞങ്ങളെ കൈവശത്തിലൊന്നും തന്നെ ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളെ നീ ഹക്കിന്റെ മേൽ അടിയുറപ്പിച്ച് നിർത്തണം അല്ലാഹ്.